ക്ലബിലേക്ക് സ്വാഗതം. നമ്മൾ ആർട്സലിന് പറ്റിയ പ്ലേയേഴ്സിനെ പിക്ക് ചെയ്ത് കൊടുക്കാണ്. അതായത് ആർട്സലിന് ഏത് പൊസിഷനിലാണോ ഇമ്പ്രൂവ് ചെയ്യുന്നത് ആ പൊസിഷനിൽ പറ്റിയ പ്ലേയേഴ്സിനെ നമ്മൾ പിക്ക് ചെയ്ത് കൊടുക്കാണ്. അപ്പൊ ആർട്സലിൽ എന്തായാലും ഒരു അഡീഷൻ തീർച്ചയായിട്ടും നടത്തേണ്ട ഒരു പൊസിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് സ്ട്രൈക്കർ പൊസിഷനാണ്. സ്ട്രൈക്കർ പൊസിഷനിൽ നമ്മള് ആർട്സലിന് ഒരു പറ്റിയ പ്ലെയറാണ് ബെഞ്ചമിൻ സെസ്കോ ആർട്സിന് വേണ്ടിയുള്ള ടൈലർ മെയ്ഡ് പ്ലെയർ ആണ് എന്നെ സംബന്ധിച്ചോളം. അപ്പൊ ഞാൻ പറയാ സെസ്കോ ആർട്സിന് ഒരു പെർഫെക്റ്റ് പ്ലെയർ ആയിരിക്കും. എന്തായാലും സെസ്കോ എന്തായാലും ആർട്സിനൊരു 50% സക്സസിങ് റേറ്റുള്ള സാധ്യത പ്ലെയർ ആണ് ബെഞ്ചമിൻ സെസ്കോ. എസ്പെഷ്യലി ഒരു ഗുണം എന്ന് പറയുന്നത്, എടുത്തു കാണിക്കുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ആൾക്ക് ഒറ്റയ്ക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോ സ്ട്രൈക്കർ ഉണ്ടാവും, പിന്നെ ബിഹൈൻഡ് അറ്റാക്കിംഗ് പ്ലേ മേക്കറൊക്കെ ക്രിയേറ്റ് ചെയ്ത ചാൻസ് ഇയാള് കൊണ്ടുപോയി സ്കോർ ചെയ്യും. ഫിനിഷിംഗ് ടച്ച് പൂർത്തിയാക്കും. അങ്ങനത്തെ 1-2 സ്ട്രൈക്കർ ഉണ്ടല്ലോ, ഫിനിഷ് ചെയ്യാൻ സൂപ്പർ ഫിനിഷിംഗ് ആവും ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തല്ല. ഇതിപ്പോ സെസ്കോ അങ്ങനെയല്ല. സെസ്കോ ആൾ സ്വന്തം ആയിട്ട് സ്കോർ ചെയ്യാനും ഫിനിഷ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു പ്ലെയർ ആണ് ബെഞ്ചമിൻ സെസ്കോ. അതുമാത്രമല്ല, ആള് ബോക്സിൽ അത്യാവശ്യം ഫിസിക്കലും കൂടിയാണ്, ഫിസിക്കായിട്ട് കളിക്കാൻ പറ്റിയ പ്ലെയർ കൂടിയാണ് ബെഞ്ചമിൻ സെസ്കോ. ആള് അത്യാവശ്യം ടോപ്പ് ടീമൊക്കെ ആയിട്ട് ബുണ്ടസ് ലീഗില് ബയണും മറ്റേ ടീമൊക്കെ ആയിട്ട് കളിച്ചിട്ട് എക്സ്പീരിയൻസും ഉണ്ട്. എന്തുകൊണ്ടൊരു പെർഫെക്റ്റ് സൈനിങ് ആയിരിക്കും ആർട്സലിന് സെസ്കോ. ആർട്സലിന് അടുത്ത സീസണില് എന്തായാലും ഒരു കോമ്പറ്റീഷനിൽ പോവാണ്. എല്ലാ കോമ്പറ്റീഷനും വേണ്ടി പോവാണ്. അവര് കളിക്കുന്ന എല്ലാ കോമ്പറ്റീഷനും ചലഞ്ച് കൊടുക്കാൻ പോണ ഒരു ടീമാണ് ആർട്സലിന്. പ്രീമിയർ ലീഗ് ആയാലും മ്യൂസിക്കിലായാലും അവിടുത്തെ ഒരു മിസ്സിംഗ് പീസാണ് ആർട്സലിന് സെസ്കോ ആണ് ഇപ്പൊ ആർട്സലിന്റെ മിസ്സിംഗ് പീസ്. സെസ്കോന് കിട്ടിയ ആർട്സലിൽ ഒരു കംപ്ലീറ്റ് ശരിയായി ആർട്സലിന്റെ പദ്ധതിയൊക്കെ പ്രശ്നമൊക്കെ. അതാണ്ട് ഒരു വെരി പെർഫെക്റ്റ് സൈനിങ് ആണ് ആർട്സലിന് ബെഞ്ചമിൻ സെസ്കോ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഒരു പൊസിഷനാണ് ആർട്സലിന് എന്തായാലും ഇംപ്രൂവ് ചെയ്യുന്ന ഒരു പൊസിഷനാണ് വിങ്ങർ പൊസിഷൻ. അതിലൊരു ഗുഡ് ചോയ്സ് ഉള്ളത് റോഡ്രിഗോ ഗോസ്. ആളൊരു ഗുഡ് ചോയ്സ്. ആർട്സലിനെ കിട്ടിയ ആൾക്ക് ഒരു പ്രത്യേകിച്ച് ഗുണം പറഞ്ഞ ആൾക്ക് വിങ്ങിൽ കൂടെ പോയി പ്ലേ മേക്ക് ചെയ്യാനും ക്രോസ് കൊടുക്കാനും അറ്റാക്കിങ് ചാൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതിപ്പോ അത്യാവശ്യം നല്ല എഫക്റ്റീവ് വിങ്ങറാണ് റോഡ്രിഗോ. അത്യാവശ്യം നല്ല പ്ലേ മേക്ക് ചെയ്യാനും ബോക്സിലേക്ക് ചാൻസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്യാവശ്യം എഫക്റ്റീവായ ഒരു വിങ്ങറാണ് റോഡ്രിഗോ. അതാണ് ഇപ്പൊ ആർട്സലിൽ മിസ്സിങ്. ആർട്സലിന്റെ വിങ്ങേഴ്സ് ഒന്നും അത്ര എഫക്റ്റീവ് അല്ല, അത്ര എഫക്റ്റീവ് തന്നെയാണ് റോഡ്രിഗോ. അത് മാത്രമല്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത്യാവശ്യത്തിന് CFO SSO സെൻട്രൽ സ്ട്രൈക്കറോ എന്ന രീതിയിൽ ആ റോളിലും കൂടി കളിക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ് റോഡ്രിഗോ. അപ്പോ ആളൊരു പെർഫെക്റ്റ് പിക്ക് തന്നെയാണ്, ഒരു വേഴ്സിലിറ്റി പ്ലെയർ ആണ് റോഡ്രിഗോ ഗോസ്. ആർട്സലിനെ സംബന്ധിച്ചുള്ള ഒരു പെർഫെക്റ്റ് പിക്ക് തന്നെയാണ്. അതുപോലത്തെ രണ്ടാമത്തെ ചോയ്സ് ആണ് വിങ്ങിൽ തന്നെ ക്സാവി സിമോൺസ് ആണ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് സൈനിങ്സ് ആയിരിക്കും. വെറും 22 വയസ്സായിട്ടുള്ള ആൾക്ക് ഇനി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പോവാനുള്ള ഒരു സാധ്യത ഉണ്ട്. ആർട്സലിലേക്ക് വന്ന ആൾക്ക് ഇനിയും ആർട്സലിന് 1-2 വർഷം, ഒരു 5 വർഷം, അടുത്തൊരു 5 വർഷത്തിന് ക്സാവി സിമോൺസ് അവിടെ ഡെവലപ്പായ ഒരു വിങ്ങറിനെ അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. ക്സാവി സിമോൺസ് തന്നെ അവിടെ വിങ്ങറായിട്ട് അവർക്ക് തുടരാം. അതിപ്പോ ഒരു നല്ല പെർഫോമൻസ് തന്നെയാണ് മറ്റ് ആള് കളിച്ച ബുണ്ടസ് ലീഗിലും ലീഗുകളിലും കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പൊ അടുത്തൊരു ഗുഡ് ചോയ്സ് ആണ് വിങ്ങില് സിമോൺസ്. ഇനി മിഡ്ഫീൽഡിലേക്ക് വന്ന ആർട്സലിന്റെ മിഡ്ഫീൽഡില് ജോർജിനിയോ പോയി. അപ്പൊ അവിടുത്തെ ഒരു റീപ്ലേസ്മെന്റ് ഒരു ഗുഡ് പെർഫെക്റ്റ് പിക്കാണ് മാർട്ടിൻ സുബിമെന്റി. ആർട്സലിനൊരു മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യണം മിഡ്ഫീൽഡ് കൺട്രോളിംഗ് പ്ലെയർ ആണ് മാർട്ടിൻ സുബിമെന്റി. അപ്പൊ മിഡ്ഫീൽഡും ബാക്കി കളിക്കുന്ന പ്ലേയേഴ്സിന് ഒരു
ഫ്രീഡം കിട്ടും. അവർക്ക് ഒന്നും കൂടി പോയിട്ട് അറ്റാക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ സുബിമെന്റിക്ക് തന്നെ ബോൾ കൺട്രോൾ ചെയ്ത് മിഡ്ഫീൽഡിനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. ഡിഫൻസിന് അസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഒരു മിഡ്ഫീൽഡ് കൺട്രോളാണ് മാർട്ടിൻ സുബിമെന്റി പറഞ്ഞൊരു ഗുഡ് പിക്ക് തന്നെയാണ് സുബിമെന്റി ആർസണലിന്. അടുത്ത് ലൂസിയാനോ അഗുമെ, പ്രൊനൗൺസിയേഷൻ തന്നെ ഉണ്ട്. സെവിയയുടെ പ്ലെയർ ആണ്, ഫ്രഞ്ചുകാരനാണ്. ഫ്രാൻസിൽ അണ്ടർ 21 മാച്ചസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളൊരു നമ്പർ 10 ആയിട്ട് കളിക്കാൻ പറ്റിയ പ്ലെയർ ആണ്, യങ് പ്ലെയർ ആണ്. അപ്പോ ആളൊരു ബാക്കപ്പ് അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് പ്ലെയർ ആയിട്ട് ആർസണലിന് വെക്കാൻ സാധിക്കുന്ന പ്ലെയർ ആണ്. ടൈറ്റിൽ റേസിൽ പോകുമ്പോൾ അത്യാവശ്യം മിഡ്ഫീൽഡ് ഡെപ്ത് കൂട്ടാൻ ലൂസിയാനോ അഗുമയുടെ സൈനിങ് ഒരു പെർഫെക്റ്റ് സൈനിങ് ആയിരിക്കും ആർസണലിനെ സംബന്ധിച്ചോളം. അടുത്ത് പിന്നെ ആർസണൽ ഡിഫൻസ് അവർക്ക് സോളിഡ് ഡിഫൻസ് തന്നെയാണ്. അപ്പോ അവർക്കൊന്നും അതിലൊന്നും ചേഞ്ച് വരുത്തണ്ടെങ്കിൽ കൂടി അവർക്ക് അവിടെ അതിനാണ് ബാക്കപ്പ് വേണം. ബാക്കപ്പ് ഇല്ലാതെ പോയാൽ ആർസണൽ എന്തായാലും സ്ട്രഗിൾ ചെയ്യും. ഇപ്പൊ ബാക്കപ്പ് ആയിട്ട് പറ്റിയ ബാക്കപ്പ് തന്നെയാണ് അലക്സാൻഡ്രോ റബീറോ. ഒരു വെരി പെർഫെക്റ്റ് ടോപ്പിക്കാണ് റബീറോ. വേണമെങ്കിൽ ആർസണൽ ഫസ്റ്റ് ചോയ്സ് ആക്കി വയ്ക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് അലക്സാൻഡ്രോ റബീറോ. ആള് നല്ല ഫിസിക്കൽ പ്ലെയർ ആണ്. നന്നായിട്ട് ഫിസിക്കലായിട്ട് ഫിസിക്കലായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് റബീറോ. അതുപോലെ തന്നെ ഏരിയയില് സൂപ്പറാണ്. ഏരിയയില് ഗുഡാണ്. ആള് അത്യാവശ്യം നല്ല ഏരിയയില് ഗോൾ സ്കോർ ചെയ്യാനും സെറ്റ് പീസസ് ഡിഫെൻഡ് ചെയ്യാനും പറ്റിയ ഒരു ഏരിയയില് ഗുഡ് പ്ലെയർ ആണ് റബീറോ. അതുപോലെ തന്നെയാണ് അടുത്തൊരു പ്ലെയർ നെയ്തൻ കോളിക്സ് ഒരു ഗുഡ് ചോയ്സ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആള് പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലെയർ ആണ്. പ്രീമിയർ ലീഗിലെ എവർട്ടണിലും മറ്റേ ടീമിലൊക്കെ കളിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ്. ഇപ്പൊ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണ് ഡിഫൻസില് നെയ്തൻ കോളിക്സ്. ഇപ്പൊ കീപ്പർക്ക് ഇപ്പോ നല്ല കീപ്പറിനാണ് റഹീം കെപ്പൈൻ. അവിടെ ഒരു അഡീഷൻ നടത്തേണ്ട ആവശ്യമില്ല. ഇതാണ് എനിക്ക് ആർസണലിന്റെ വേണ്ട ഇംപ്രൂവ് ചെയ്യേണ്ട പൊസിഷൻ എന്ന് തോന്നിയത്. അപ്പൊ എനിക്ക് എന്താ തോന്നുന്നത് കമന്റ് ചെയ്യുക. ഇത് പുതിയ ചാനലാണ് നമ്മുടെ. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.